ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്പെഡ് ആൻഡ് ഫെയറി 4ന്റെ 15th എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ ലക്ഷ്യമാണെന്ന് പെരിയവരെ സോപ്പിട്ട് കയ്യിലാക്കുന്നതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ടിയാന്റെ അച്ഛനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോഴും ആ സോപ്പിടലിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലിൻഷയാണെങ്കിൽ നല്ല അടിപൊളി സൂപ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടിയാനും പെരിയവർക്കും. നമ്മുടെ ടിയാനാണെങ്കിൽ അത് കുടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പെരിയവരാണെന്നുണ്ടെങ്കിൽ ആ സൂപ്പിൽ അലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, കുറെ നാളുകളായിട്ട് മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി മരുന്ന് സൂപ്പുകളായിരുന്നു പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അത് കുടിക്കുന്നത് മൂക്ക് പൊത്തിയിട്ടായിരുന്നു. പക്ഷെ നമ്മുടെ ലിങ്ഷ് ഉണ്ടാക്കിയ സൂപ്പ് കുടിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ വരാണ്ട് അതിശയിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നല്ല സൂപ്പൊക്കെ ഈ നാട്ടിലുണ്ടോ എന്നുള്ള രീതിയിലും പുള്ളിക്കാരൻ കുടിച്ചിട്ട് നമ്മുടെ ലിങ്ഷിന് വണങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും നല്ലൊരു സൂപ്പ് കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വണങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് ആണെങ്കിൽ പറയുന്നത്, നിങ്ങൾ പെരിയവരല്ലേ, നിങ്ങൾ എന്തെങ്കിലും വണങ്ങിയൊന്നും വേണ്ട, എനിക്ക് ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, നമ്മുടെ ടിയാന്റെ അച്ഛനെ പറ്റി അറിഞ്ഞാൽ മതി. ടിയാന്റെ അച്ഛന് 19 വർഷം മുന്നേ എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറയൂ കേട്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പെരിയവർ പറയുന്നുണ്ട്, മോളെ ഞാൻ ഭയങ്കര വയസ്സായിട്ടുള്ള ഒരാളാണ്, അപ്പൊ എനിക്ക് 19 വർഷം മുന്നേ നടന്ന കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാനായിട്ട് സാധിക്കില്ല. അതൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ എന്തെങ്കിലും പറ്റിപ്പോവും, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് പറയും, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയൂ പെരിയവർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെരിയവർ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഈ ലൈബ്രറിയിൽ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൽ 19 വർഷം മുന്നേ നടന്ന കാരണം എല്ലാം തന്നെ ഉണ്ട്, നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചോളൂ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷയ്ക്ക് സന്തോഷമാകുമ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലിൻഷൻ ടിയാനൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലിൻഷയാണെന്നുണ്ടെങ്കിൽ ടിയാനോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ മാംഗ്ലിനെ കൂട്ടിയിട്ട് ലൈബ്രറിയിലേക്ക് വന്നേക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ അവരുടെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പുസ്തകം നോക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ സീനിയർ പറയുമ്പോൾ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ലിൻഷി ആണെങ്കിൽ ഒരു ഭാഗത്ത് നോക്കുന്നുണ്ട്, നമ്മുടെ മാംഗ്ലി ആണെങ്കിൽ വേറൊരു ഭാഗത്ത് നോക്കുന്നുണ്ട്. നമ്മുടെ ലിൻഷിക്ക് ഒരു പുസ്തകം എടുത്തിട്ടുണ്ടാവും. അതിലെന്താ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാല്, ഷുവാൻ എന്ന് പറഞ്ഞ ആൾക്കൊരു പെൺകുഞ്ഞിനെ പിറക്കുന്നുണ്ടാവും. അപ്പൊ അവരെയും കൂട്ടിയിട്ട് ചീത്ത ആൾക്കാരായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി നമ്മുടെ ടിയാന്റെ അച്ഛൻ അവരെ കൂട്ടി പോകുന്നുണ്ടാവും. അപ്പൊ ടിയാന്റെ അച്ഛൻ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ചെറിയൊരു പ്രശ്നം കാരണം നമ്മുടെ ഷുവാൻ എന്ന് പറഞ്ഞ ആള് മരണപ്പെടുന്നുണ്ടാവും. അതേപോലെ തന്നെ ആ കുഞ്ഞ് പിറക്കുമ്പോഴത്തേക്കും അതിന്റെ അമ്മയും മരിക്കുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ടിയാന്റെ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ആ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അത് മാംഗ്ലി ആണെന്ന് നമ്മുടെ ലിൻഷ മനസ്സിലാക്കും. അതേപോലെ തന്നെ ടിയാന്റെ അച്ഛനും അമ്മയും മാംഗ്ലിയുടെ അച്ഛനും അമ്മയാണെന്നുള്ള കാര്യം നമ്മുടെ ലിൻഷയ്ക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മുടെ മാംഗ്ലി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ പറയും, ഇവിടെ ഒന്നുമില്ല, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലിൻഷ ആണെങ്കിൽ ആ പുസ്തകം കൈ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും നമ്മുടെ മാംഗ്ലി വരുന്നുണ്ടാവുക. പെട്ടെന്ന് തന്നെ അവൾ ആ പുസ്തകം അവിടേക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ പെങ്കൊച്ചിനെ ഉറക്കണം പോലെ അഭിനയിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി വരുമ്പോഴത്തേക്കിനെ നോക്കുന്നുണ്ട്, ഇവളെന്താ ഈ പട്ടാപ്പകലും കിടന്ന് ഉറങ്ങണേ എന്നുള്ള രീതിയിൽ കേട്ടോ. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ലിൻഷ എണീക്കുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, അതായത് ടിയാന്റെ അച്ഛനാണ് ഇവളുടെ അച്ഛൻ മരിക്കാനായിട്ടുള്ള കാരണക്കാരൻ എന്ന് അറിഞ്ഞാല് ഇവർക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കുമോ. അത് മാത്രമല്ല, നമ്മുടെ ടിയാന്റെ അച്ഛൻ ഭയങ്കര ഹീറോ ആയിട്ടാണ് നമ്മുടെ മാംഗ്ലി കരുതുന്നത്. അപ്പൊ ഇതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇവള് സീയിങ്ങിന്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ മാംഗ്ലിക്ക് മനസ്സിലായി ഇവിടെ എന്തൊക്കെ ഒരു പുസ്തകം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുന്നു. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാംഗ്ലി അടുത്തേക്ക് വരുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ലിൻഷ അറിയുന്നുണ്ടാവില്ല. ലിൻഷ ആണെങ്കിൽ വേഗം നമ്മുടെ സീയിങ്ങിന്റെ അടുത്ത് റൂമിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ സീയിങ് ആണെന്നുണ്ടെങ്കിൽ ഈ തല്ലിപ്പൊടിച്ചിട്ട് അകത്തേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സീയിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇവർ നമ്മുടെ ലിൻഷിനെ പറയുന്നുണ്ട്, ഞാനിപ്പോ ഒരു പുസ്തകം വായിച്ചു, അതിൽ ടിയാന്റെ അച്ഛനെയാണ് ആ പെൺകുഞ്ഞിനെയും കൊണ്ട് പോയതെന്നും ആ ടിയാന്റെ അച്ഛൻ കാരണമാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചതെന്നും അറിഞ്ഞില്ല, അതൊക്കെ സത്യമാണെന്നോ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീയിങ് പറയുന്നുണ്ട് അതൊക്കെ സത്യമാണ്. ആ പെൺകുഞ്ഞ് ജനിച്ചതോട് കൂടി തന്നെ അവളുടെ അമ്മയും മരിച്ചു, പിന്നെ അവളെ നോക്കാൻ വേണ്ടിയിട്ടൊരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്ത്രീനെയും കൂടി കൊന്നിട്ടാണ് നമ്മുടെ ടിയാന്റെ അച്ഛൻ ആ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്. പക്ഷെ ഇതൊന്നും ആരും അറിയുന്നൊക്കെ നമ്മുടെ സീയിങ് ഇങ്ങനെ ലിൻഷനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ലിൻഷ പറയുന്നുണ്ട്, ഇതൊരിക്കലും ടിയാൻ അറിയാൻ പാടില്ല. അതുപോലെ തന്നെ മാംഗ്ലിനോട് പറയുമ്പോഴത്തേക്കും നമ്മുടെ സീയിങ് നെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് മാംഗ്ലിനോട് പറഞ്ഞൂടാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ പറയുന്നുണ്ട്, മാംഗ്ലിന്റെ അച്ഛനും അമ്മയും അവൾക്ക് ശരിക്കുള്ള അച്ഛനമ്മയില്ല, നമ്മുടെ ടിയാന്റെ അച്ഛനാണ് അവളുടെ അച്ഛൻ ഇപ്പോൾ ഉള്ള അച്ഛനമ്മയും കൊടുത്തത്. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിയാന്റെ അച്ഛനാണ് അവളുടെ അച്ഛൻ മരിക്കാനായിട്ട് കാരണക്കാരൻ. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാല് ടിയാന്റെയും മാംഗ്ലിന്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് പേടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറയരുത്, ഞാൻ സീയിങ്ങിന് ഒരു ഉറച്ച വിശ്വാസം വെച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലിൻഷ അവിടുന്ന് റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി ആ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അവളിങ്ങനെ ഷോക്ക് അടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ ആണെങ്കിൽ ആകെ പൊട്ടത്തരം കാണിച്ചുള്ള രീതിയിലാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയുന്നുണ്ട്, ഞാനിത് നേരത്തെ ലൈബ്രറിയിൽ വെച്ച് ഈ പുസ്തകം കണ്ടതായിരുന്നു, അതുപോലെ ഈ പുസ്തകത്തിലുള്ളതെല്ലാം ഞാൻ വായിച്ചു, പക്ഷെ ഞാൻ നിന്നോട് പറയാതിരുന്നതാണ്.
19 വർഷം മുന്നേ ടിയാന്റെ അച്ഛനാണ് എന്നെ അത്രയും കെയർ ചെയ്തിട്ടും അതുപോലെ ജയൻ എന്റെ കഴുത്തിൽ കെട്ടിത്തന്നത് എന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ടിയാന്റെ അച്ഛൻ തന്നെയാണോ എന്റെ അച്ഛനെയും അമ്മയും കൊന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നിമിഷ പറയുന്നത് നീ അതൊന്നും വിശ്വസിക്കരുത്, നമുക്ക് അതിനെപ്പറ്റി കൂടുതലും അറിഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെൺകുട്ടി അറിയും ഈ പുസ്തകത്തിൽ എഴുതിയത് എങ്ങനെ കള്ളാവാന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് മാംഗ്ലി. എന്നിട്ട് എന്നെ മാംഗ്ലി പറയുന്നുണ്ട് എന്റെ അച്ഛനെയും അമ്മയും കൊന്ന ആളെയാണോ ഞാൻ ഇത്ര നാളും ഹീറോ ആയിട്ട് കൊണ്ട് നടന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെന്നെ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നിമിഷ പറയുന്നുണ്ട് നീ ഇതൊന്നും ഒട്ടും വിശ്വസിക്കരുത്, നമുക്കിനി സമയം എടുത്തിട്ട് ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ അവരിങ്ങനെ പ്രാക്ടീസിനായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ ടിയാൻ അവരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി ആണെന്നുണ്ടെങ്കിൽ ടിയാനെ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല കേട്ടോ. അപ്പൊ ടിയാൻ ഇങ്ങനെ ഹായ് മാംഗ്ലി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാംഗ്ലി ആണെങ്കിൽ എന്തോ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്കും നോക്കുന്നുണ്ടാവില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി, നിനക്ക് എന്താ എത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടിയാനെ നമ്മുടെ മാംഗ്ലി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ സീങ് അവിടേക്ക് വരുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്താ മൂന്നാളും കൂടി ഒരുമിച്ചാണോ പഠിക്കാൻ പോകുന്നത്, ഒരുമിച്ച് പഠിക്കലൊന്നും നടക്കില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സീങ്ങിന് മനസ്സിലാവും കേട്ടോ നമ്മുടെ ടിയാൻ ആകെ ഡിസ്ട്രാക്ടഡ് ആണ്. അതുകൊണ്ട് അവനോട് പറയും നീ പോയിട്ട് വേറെ റൂമിൽ പോയിട്ട് പഠിക്കുക, ഇവര് വേറെ പൊക്കോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് ഒരു വഴിയില്ലാണ്ട് അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി സീനോട് പറയുന്നുണ്ട് എന്താ എൻ്റെ അച്ഛനെ അമ്മയെ പറ്റി അറിഞ്ഞുകൊണ്ടാണ് അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീൻ പറയുന്നുണ്ട് ഇപ്പൊ ഒരിക്കലും ഒരാളെയും നീ കുറ്റം പറയാൻ നമുക്ക് അന്വേഷിക്കാം, എന്നിട്ട് നമുക്ക് ഒരാളെ പറ്റി കുറ്റം പറയാൻ പാടില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി ഇൻഷോട് പറയുന്നുണ്ട് ഞാൻ ലൈബ്രറിയിൽ പോവാണ്, എനിക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയണം, ഞാൻ അതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടാളും കൂടി ഇങ്ങനെ ലൈബ്രറിയിൽ പോയിട്ട് അവിടെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. ആ ടൈമിലേക്ക് അവിടെ സീനിയർ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ടൈം ആയി ഇത് ക്ലോസ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മാംഗ്ലി പറയുന്നുണ്ട് ഞങ്ങൾ ആർക്കും ഡിസ്റ്റർബ് ചെയ്യാതെ ഇവിടെ ഇരുന്ന് വായിച്ചോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സീനിയർ പറയും ഓക്കെ നിങ്ങളോടൊന്ന് വായിച്ചോ, രാവിലെ ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് പോയേ പറ്റും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആ താടിക്കാരനെയാണ്. താടിക്കാരനാണെങ്കിൽ ചൊങ്കേന്റെ അടുത്ത് എന്നിട്ട് പറയണം അതായത് എന്താണ് 19 വർഷം മുന്നേ ടിയാന്റെ അച്ഛനാണ് ആ കൈക്കുഞ്ഞായിട്ട് വന്നത്, ആ കൈക്കുഞ്ഞ് മാംഗ്ലി ആണെന്നും അതേപോലെ തന്നെ മാംഗ്ലിന്റെ അച്ഛനെയും അമ്മയും കൊന്നതിന് കാരണം ടിയാന്റെ അച്ഛനാണെന്നും അവള് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞതെന്നൊക്കെ ചൊങ്കിനോട് പറയും. അതേപോലെ തന്നെ പറയുന്നുണ്ട് ഇതൊന്നും ടിയാൻ അറിഞ്ഞിട്ടില്ല, ടിയാൻ അറിഞ്ഞാൽ എന്തായാലും അവൻ ഇവിടെ നിൽക്കില്ല, അപ്പൊ നമുക്കാണെങ്കിൽ അവനായിട്ട് സണ്ട പിടിക്കുകയൊന്നും വേണ്ട, അവൻ ഈ രാജ്യം വിട്ട് പൊയ്ക്കുള്ളും, അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചൊങ്കയോട് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടിയാനെയാണ്. ടിയാനാണെങ്കിൽ ഗ്രൗണ്ടിലുള്ള രണ്ട് പെണ്ണുങ്ങളുടെ തന്നെ സംസാരിക്കാൻ വരുമ്പോഴത്തേക്കും അവരെന്തോ ഒരാളെ കണ്ട പോലെ എന്താ അവരവിടെ നിന്ന് പെടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാനാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സീനിയറിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മാംഗ്ലി യങ്ഷ എവിടെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീനിയർ പറയുന്നുണ്ട് അവർ ലൈബ്രറിയിലേക്ക് പുസ്തകം വായിക്കാൻ വേണ്ടി പോലെ ഇതുവരെ വന്നില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാനാണെങ്കിൽ പറയും എൻ്റെ അച്ഛനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ലൈബ്രറിയിൽ പോയിട്ടുണ്ടാവുക, ഞാനും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീനിയർ ആ പെണ്ണിന് മനസ്സിലാവും കേട്ടോ. അപ്പൊ അവരുടെ മനസ്സിലായ കഷ്ടമാകുമ്പോഴത്തേക്കും അവരെ പറയും നീ ഇപ്പൊ പോകണ്ട, ഇപ്പൊ നിനക്ക് ക്ലാസ് തുടങ്ങുന്നുണ്ട്, നീ മിസ്സാക്കണ്ട എന്നൊക്കെ പറയും. ആ സമയത്ത് തന്നെ അവിടെ താടിക്കാരൻ വരുന്നുണ്ട് പറയുന്നുണ്ട് എന്താണ് ഇന്ന് ഇത് എന്റെ ക്ലാസ് ആണെന്ന് വെച്ചാൽ നമ്മുടെ ടിയാനെ എങ്ങനെ ഇത് അറിയിക്കാനായിട്ട് അവരുടെ പ്ലാന്. ടിയാനാണെങ്കിൽ ഇത് അറിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്നിട്ട് പറയും ടിയാൻ എത്രയും പെട്ടെന്ന് നീ ഒരു ക്ലാസ്സിൽ ചേരണം, എന്താണ് ഞാൻ നിന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആണ്, അല്ലാണ്ട് നിന്നെ ഒരു ദ്രോഹിയുടെ മകനായിട്ട് കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ടിയാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. ടിയാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ എൻ്റെ അച്ഛനെ പറ്റി പറയുന്ന പറയുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് ഓക്കെ ഞാൻ എൻ്റെ അച്ഛനെ പറ്റി ഒന്നും പറയുന്നില്ല, നീ എത്രയും പെട്ടെന്ന് ഈ ക്ലാസ്സിൽ ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഫോഴ്സ് ചെയ്ത് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ സീനിയാണ്. സീനിയാണെന്നുണ്ടെങ്കിൽ ഒരു സീനിയറിൻ്റെ അടുത്ത് തന്നെ വന്ന് ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ടിയാന്റെ അച്ഛൻ കൊണ്ടുവന്ന ആ പെൺകുഞ്ഞിനെ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മാംഗ്ലിയിൽ ലിൻഷ ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു സീനിയർ പെണ്ണിനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ആ താടിക്കാരനാണ്. താടിക്കാരനാണെങ്കിൽ ക്ലാസ് എടുക്കുന്നത്, അതായത് ഏറ്റവും വലിയൊരു ക്രിമിനലിനെ പറ്റിയുള്ള ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ഷു വാള് കട്ടണ്ടു പോയ ഒരാളെ പറ്റിയാണ്. അതേപോലെ തന്നെ എന്താണ് ഒരു പെൺകുട്ടിയുടെ അമ്മയെയും അച്ഛനെയും കൊന്നൊരു ദ്രോഹിനെ പറ്റിയാ പറയാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനും മനസ്സിലാവട്ടെ ഇത് എന്തായാലും എൻ്റെ അച്ഛനെ പറ്റിയാ പറയുന്നതെന്നൊക്കെ അവനെ ഇങ്ങനെ മനസ്സിലാവും. അപ്പോഴത്തേക്കും അവനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇതിനെ പറ്റിയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു താടിക്കാരൻ ഇങ്ങനെ പറയുന്നില്ല നിനക്ക് തന്നെ അറിയാം നിന്റെ അച്ഛൻ എന്താ ചെയ്തതെന്നുള്ളതും അതേപോലെ തന്നെ ആ ഒരു കുഴന്തനെ കൂട്ടിക്കൊണ്ട് പോയത് എൻ്റെ അച്ഛൻ തന്നെയാണ്, അതെനിക്ക് പ്രൂവ് ചെയ്യിക്കാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ എന്താണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മാസ്റ്ററെയും ഒരു പെണ്ണിനെയും ഇല്ലാതാക്കിയത് അറ്റാക്ക് ചെയ്തത് എൻ്റെ അച്ഛൻ തന്നെയാന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ സീനിയറിനെയാണ്. ആ സീനിയർ ഇങ്ങനെ സീനിയോട് പറയുന്നുണ്ട് അതെ ആ ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് ടിയാൻ്റെ അച്ഛൻ പോയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായത് ഞാൻ തന്നെയാണ്, പക്ഷേ എന്താണ് ആ കുഞ്ഞിനെ എടുത്തിട്ട്
പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ടിയാന്റെ അച്ഛനെ അറ്റാക്ക് ചെയ്തിട്ടാണ് അത് പോയത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ആ സീനിയർ പെണ്ണ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെയായിരിക്കും താടിക്ക് നമ്മൾ ടിയാനോട് പറയുന്നുണ്ടാവും. അപ്പൊ ടിയാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് അടുത്തുണ്ടായിരുന്ന സ്ത്രീ അറ്റാക്ക് ചെയ്തിട്ട് അച്ഛൻ കൊണ്ടുവന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടിയാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവരും തന്നെ ടിയാന്റെ അച്ഛനെ പറ്റി ഇങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ടാവും. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും ടിയാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ എന്താണ് ആ സീനിയർ നമ്മുടെ മാഗ്ലിനെയും ലിൻഷനെയും കണ്ടുപിടിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ ലൈബ്രറിയിൽ പോയിട്ട് ആരും അറിയാതെ അവിടെ ഇരുന്ന് ആ പുസ്തകത്തെ പറ്റി പഠിച്ചതും പോരാ ഇപ്പോഴും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒളിഞ്ഞ് കേൾക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിൻഷയും അവർ രണ്ടാളും കൂടി സോറി ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. അടുത്ത കാണിക്കുന്നത് നമ്മുടെ ടിയാനെയാണ് കേട്ടോ. ടിയാൻ ഇങ്ങനെ അവന്റെ റൂമിൽ വന്നിരുന്നിട്ട് അവന്റെ അച്ഛനെ പറ്റി ഇങ്ങനെ ആലോചിക്കണം. അതായത് അച്ഛനൊരു മാസ്റ്ററെ കൊന്നു, അതുപോലെ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. അതേസമയം തന്നെ നമ്മുടെ ലിൻഷ അവിടേക്ക് വരുന്നുണ്ട്. ലിൻഷിനൊക്കെ അത് ഓപ്പൺ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ അതിനെ പറ്റി ഒന്നും ആലോചിക്കുന്നുണ്ടാവില്ല. നമ്മുടെ സെക്കൻഡ് ആണെങ്കിൽ അവന്റെ അച്ഛന്റെ നിലവ് പലക ചേർത്ത് വിട്ടിട്ട് ഇങ്ങനെ ആലോചിക്കണം. അതായത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് മാസ്റ്റർ പറഞ്ഞത് ശരിയായിരിക്കുമോ, അതോ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് എന്ത് വിചാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ മനസ്സിലേക്ക് പിന്നെ ചെന്ന് നമ്മുടെ മാഗ്ലിനെ പറ്റി ആയിരിക്കും കേട്ടോ. അതായത് അവന്റെ അച്ഛനൊരു കുഞ്ഞിനെ രക്ഷിച്ചതും ആ കുഞ്ഞിന്റെ കഥയിലൊരു ജേടെ കെട്ടിക്കൊടുത്തതും അവൻ അറിഞ്ഞില്ല. അപ്പൊ അത് മാഗ്ലി ആണോ എന്നുള്ളത് അവനൊരു ഡൗട്ട് അടിക്കും കേട്ടോ. അവനത് മാഗ്ലി ആണെന്ന് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാഗ്ലി ആണ് കേട്ടോ. മാഗ്ലി ആണെന്നുണ്ടെങ്കിൽ ടിയാനോട് എങ്ങനെ സംസാരിക്കും, അവനോട് എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ അവളിങ്ങനെ ഷോക്ക് അടിച്ചിനെ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ലിൻഷനെ കാണില്ല. ലിൻഷാണെന്നുണ്ടെങ്കിൽ കഥക് തുറക്കണം ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ കഥക് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ചവിട്ടി തുറക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പറയുന്നുണ്ട്, എന്താണ് എൻ്റെ അച്ഛൻ എടുത്തിട്ട് പോയ ആ പെൺകുഞ്ഞെ മാഗ്ലിയാണോ, അതേപോലെ തന്നെ മാഗ്ലിയുടെ അച്ഛനെയും അമ്മയും കൊന്നത് എൻ്റെ അച്ഛനാണോ, നീ സത്യം പറയുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷയാണെങ്കിൽ വളരെ സങ്കടത്തോട് പറയും, അത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അടുത്ത കാണിക്കുന്ന നമ്മുടെ മാഗ്ലിനാണ്. മാഗ്ലിനെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീങ് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സീങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അവർ പറഞ്ഞൊന്നും വിശ്വസിക്കണ്ട, കാരണം നമ്മുടെ മാസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, അതായത് നമ്മുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക, അതായത് വേറെ ആരും പറഞ്ഞത് നമ്മൾ വിശ്വസിക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാഗ്ലിക്കാണെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് വിശ്വസിക്കണം എന്നൊന്നും അറിയുന്നുണ്ടാവില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ടിയാനെ കാണിക്കുന്നത്, ടിയാനാണെങ്കിൽ ഒരു മരത്തിൻ്റെ അവിടെ പോയിരുന്നിട്ട് നമ്മുടെ അച്ഛന്റെ നിലവ് പലക എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛ എന്താ സത്യം, സത്യം എങ്ങനെയും എന്നെ കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഇവര് സീങ്ങും നമ്മുടെ ലിൻഷയും മാഗ്ലിയും കൂടി ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിൻഷ പറയുന്നുണ്ട്, അതാ നോക്ക് സീങ്ങും മാഗ്ലിയും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ആണെന്നുണ്ടെങ്കിൽ മാഗ്ലിനെ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. അവൻ എന്ത് സംസാരിക്കണമെന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. ഇതോടുകൂടിയാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി. ബൈ.